സ്നേഹം നിറഞ്ഞ പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഒരു വലിയ ലക്ഷ്യത്തിൻ്റെയും നമ്മുടെ വരാനിരിക്കുന്ന തലമുറയുടെ സുസ്ഥിരമായ ഭാവിക്ക് കെട്ടുറപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കുത്തഴിഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മക്കൾ പോലും ഇന്ന് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പണ്ട് കാലങ്ങളിൽ ഒരു മനുഷ്യന് അവന്റെ വിവേകവും ബുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ട് ലഹരിക്കടിമയായിക്കൊണ്ട് നമുക്ക് ചുറ്റും നടന്നിരുന്നതിന്റെ ഒരേ ഒരു കാരണം അത് മദ്യം മാത്രമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഒരു മനുഷ്യൻ അവൻ ലഹരിക്കടിമയാണോ എന്ന് തിരിച്ചറിയുന്നതിന്, അല്ലെങ്കിൽ അവൻ ലഹരിക്കടിമയാകുന്നതിന് ഒരേ ഒരു കാരണം അത് മദ്യം മാത്രമായിരുന്നു. അങ്ങനെ അത് ഉപയോഗിച്ചവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു, അവൻ കള്ളു കുടിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അവൻ കള്ളു കുടിച്ചാണ് നടക്കുന്നത് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാഴ്ചയിൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് അവൻ ലഹരിയിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടി അവന് മദ്യത്തിൽ നിന്ന് മാറി MDMA പോലെ, കഞ്ചാവ് പോലെ പല പല വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഇന്ന് വിപണികളിൽ ലഭ്യമാണ്, സുലഭമായി ലഭ്യമാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്തതായ അവസ്ഥയാണ്. ഒരു MDMA വലിക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു കൂള് വെക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്നവൻ, ഇവനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മറിച്ച് ഇവന്റെ സ്വഭാവത്തിന്റെ വൈകൃതങ്ങൾ നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. ഇവനൊരു കഞ്ചാവിന് അഡിക്റ്റാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ അടിമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാഴ്ചയിൽ സുന്ദരൻ, ക്ലീൻ ഷേവ്, ഇൻഷർട്ട്, എല്ലാവിധ രീതിയിലും വളരെ എക്സിക്യൂട്ടീവ് ലുക്കിലായിരിക്കും ഇന്നത്തെ യുവതലമുറയിലുള്ള വിദ്യാർത്ഥികൾ നടക്കുന്നത്. പക്ഷേ അവനുമായി അടുക്കുകയോ അല്ലെങ്കിൽ അവനുമായി സഹവസിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു പ്രവണത എന്ന് പറയുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോയവർ ഭ്രാന്തന്മാർ മാത്രമായിരുന്നു. എന്നാൽ അതിനെ പരിവർത്തിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പല സിനിമകളുടെയും പല ഡോക്യുമെന്ററികളുടെയും ആർജവും ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പുതിയൊരു തലത്തിലേക്ക് ബുദ്ധി നീങ്ങപ്പെട്ടവർക്ക് ഒരു പേര് നൽകപ്പെട്ടിട്ടുണ്ട്, സൈക്കോ. എന്താണ് സൈക്കോ എന്ന് പറയുന്നത്? കാഴ്ചയിൽ അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, കാഴ്ചയിൽ അവരെ നമുക്ക് തിരിച്ചറിയാനേ കഴിയില്ല. വളരെ സുന്ദരനും സുമുഖനുമായ വ്യക്തികൾ, മറിച്ച് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ, പ്രത്യക്ഷത്തിൽ നമുക്ക് പോലും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഉള്ളിൽ ഒരു വൈകൃതം ഉണ്ടായിരിക്കും. അത് ഒന്നുകിൽ ആളുകളെ കൊന്നുകൊണ്ട് സന്തോഷം കണ്ടെത്തലായിരിക്കാം, അല്ലെങ്കിൽ ആളുകളെ ക്രൂരമായി ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തലായിരിക്കാം. അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തശ്രിഫുൽ ഖംറ ഫഇന്നഹു മിഫ്താഹു കുല്ലി ശർറിൻ. മദ്യം എന്ന് പറയുന്നത് അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ലഹരിക്കടിമയാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം മദ്യമായി.